ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു M&B വൈബ്സ്. സോ ഇന്നത്തെ നമ്മുടെ യാത്ര ഡങ്കാർവനിലേക്കാണ്. ഡങ്കാർവൻ ഞങ്ങൾ മൊനാഗിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ മൊനാഗിൽ നിന്ന് ഏകദേശം 335 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ബൈ ഹവേഴ്സ് പറയുവാണെങ്കിൽ 3.5 മണിക്കൂർ ബൈ കാർ. പിന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ കേട്ടോ, ട്രാഫിക്കും എക്സാക്ട് റൂട്ടും ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ മാത്രവും അല്ലെങ്കിൽ അതിൽ കൂടുതലും സമയം എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ സ്വന്തം കസിൻ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയും പിന്നെ ഡങ്കാർവൻ കാണാൻ വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ ഈ യാത്ര അങ്ങോട്ട് പിടിച്ചെടുത്തത്. എനിവേ, രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ രാവിലെ 6 മണിക്കൊന്നും എഴുന്നേക്കാൻ പറ്റിയില്ല. ഒരു 7 ആയപ്പോഴേക്കൊക്കെ സെറ്റായി. ഞങ്ങൾ ഏകദേശം 8 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ ഇരിക്കാൽ 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് പുറത്ത് മൊത്തം നല്ല ഫോഗ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എന്തുമാത്രം ഫോഗാണെന്ന്. പിന്നെ വഴിയെല്ലാം നല്ല ക്ലിയർ ആയതുകൊണ്ടും പിന്നെ അത്യാവശ്യം സീനറിയൊക്കെ അവിടെ കിട്ടുന്നതുകൊണ്ടും നമുക്ക് നല്ല രസമായിട്ട് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ മൊനാഗിൽ നിന്ന് പോകുമ്പോൾ നേരെ മൊനാഗിൽ നിന്ന് N2 പിടിച്ച് കാസ്റ്റൽബേനിയിൽ നിന്ന് അഡ്രി N2 അഗെയിൻ അഡ്രിയിൽ കാരിമക്രോസ് ക്രോസ് ചെയ്ത് നമ്മുടെ ദ്രോയിഡെ കയറുമ്പോൾ നമ്മൾ N33, അത് കഴിഞ്ഞ് M1 മോട്ടോർവേ, അത് കഴിഞ്ഞിട്ട് നേരെ ദ്രോയിഡ ടു ഡബ്ലിനിലേക്ക് കയറുമ്പോൾ M1, പിന്നെ M50, അത് കഴിഞ്ഞ് നമ്മൾ ഡബ്ലിൻ ടു വാട്ടർഫോർഡ് പിടിക്കുമ്പം N7 M7 മോട്ടോർവേയിലും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ജംഗ്ഷൻ 11 നമ്മൾ കട്ട് ചെയ്ത് നേരെ M9 കയറുവാണ്. M9 നേരെ കയറി ഡങ്കാർവനിൽ എത്തുമ്പോഴേക്കും N25 പിടിച്ച് കഴിഞ്ഞാൽ വാട്ടർഫോർഡ് കഴിഞ്ഞ് ഡങ്കാർവനിലേക്ക് നമുക്ക് അവിടെ എത്താം. പക്ഷേ വഴി നല്ല സ്മൂത്താണ്, നല്ല അടിപൊളി വഴിയാണ്. ഏകദേശം M9 എന്ന് പറയുമ്പോൾ തന്നെ 118 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് വരും. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഡങ്കാർവൻ എത്തി നമ്മുടെ കസിൻസിൻ്റെ വീട്ടിൽ ചെന്ന് അവരെയും കണ്ട് അവരുടെ കൂടെ ഇരുന്ന് ശകലം ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിയാണ് ഒരു കറക്കം. അപ്പം ബാക്കിയുള്ള ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് ഇപ്പം നമുക്ക് ഡങ്കാർവനെ പറ്റി ഒന്ന് അറിയാം. ഈ ഡങ്കാർവൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കോസ്റ്റൽ ടൗൺ ആണ്, അല്ലെങ്കിൽ ഒരു ഹാർബറാണ്. വാട്ടർഫോർഡ് കൗണ്ടിയിൽ, അയർലാൻഡിലെ സൗത്ത് ഈസ്റ്റ് കോസ്റ്റിലെ വാട്ടർഫോർഡ് കൗണ്ടിയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ടൗൺ ആണ് ഈ ഡങ്കാർവൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ റിവർ കൊല്ലിഗൻ വൈഡ് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ സീയിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലമാണ് ഈ ഡങ്കാർവൻ. ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോർഡ്, ഗ്രീൻവേ, ക്ലോൺ, സ്ട്രാൻഡ്, ഡങ്കാർവൻ കാസ്റ്റൽ, ഡങ്കാർവൻ ബ്രെയിൻ കമ്പനി, ഡങ്കാർവൻ മൗണ്ടൻസ്, കോപ്പർ കോസ്റ്റ്, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇതിനകത്ത് എല്ലാ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അത്യാവശ്യം ഞങ്ങളെ കൊണ്ട് അന്ന് പറ്റുന്ന സ്ഥിതിയിൽ ഞങ്ങളങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ കസിൻസ് അടുത്ത് ഏകദേശം ഉച്ചയായതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ കറങ്ങാൻ വേണ്ടി അങ്ങ് ഇറങ്ങി. ഇതെല്ലാം ഒന്ന് ദഹിപ്പിക്കണ്ടേ. അങ്ങനെ ഇറങ്ങി പതുക്കെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് എത്തി. ഒരു നല്ലൊരു വ്യൂ കിട്ടിയപ്പോഴേക്കും ഞാൻ ഇവിടെ നിർത്താൻ പറ്റും. അവർ പറഞ്ഞ് നിർത്തിക്കോളാൻ. ഒന്നും നോക്കിയില്ല, വണ്ടി അങ്ങോട്ട് കയറ്റി നിർത്തി ഞങ്ങളോട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അടിപൊളി ഒരു വ്യൂ. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിഫ്, നല്ലൊരു ബീച്ച്, പിന്നെ ഡൻസ്, ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള അടിപൊളി ഒരു വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബൻമോഹൻ ബാതിങ് വാട്ടർ എന്നാണ് അവിടെ നമ്മുടെ ബോർഡിൽ അവിടെ എഴുതി വെച്ചിരുന്നത്. സംഭവം അടിപൊളിയായിരുന്നു. ഇത് ഈ ബൻമോഹനെ പറ്റി പറയുകയാണെങ്കിൽ ബൻമോഹൻ ഒരു പിക്ചർ സ്ക്വയർ സീ സൈഡ് വില്ലേജാണ്. ഏകദേശം നമ്മുടെ അയർലാൻഡ് കോപ്പർ കോസ്റ്റിൽ വാട്ടർഫോർഡിൽ ഡങ്കാർവനിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 കിലോമീറ്റർ നല്ല അടിപൊളി ഗോൾഡൻ സാൻഡ് ക്ലിഫും. പിന്നെ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സർഫിങ്ങും കയാക്കിങ്ങും സ്വിമ്മിങ്ങും എല്ലാം നടക്കാറുണ്ട്. പോരാത്തിൻ്റെ ലൈഫ് ഗാർഡും ഉണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതൊന്നും ഞങ്ങളവിടെ കണ്ടില്ല. ഞാൻ പിന്നെ ഡീറ്റെയിലായിട്ട് വായിച്ചപ്പോഴാണ് കേട്ടോ എനിക്കത് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യൂ കാണാൻ നല്ലൊരു ക്ലിഫുണ്ട്. ക്ലിഫിൽ നല്ല ഇതുണ്ട്, പക്ഷി പറന്ന് വരുന്നത്. ഞാൻ എൻ്റെ രീതിയിലൊന്ന് ഒരു വീഡിയോ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയൊക്കെ കേട്ടോ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നത്. എന്നാലും ചീത്തയായിട്ടൊന്നും പറയാനില്ല. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല അടിപൊളി ക്ലിഫാണ്, നല്ല അടിപൊളി ബീച്ചാണ്. പിന്നെ ഇവിടെ കുറേ ഫോട്ടോഗ്രാഫി മൂമെൻറ്റ്സും നമുക്കുണ്ട്. ഞാൻ മുമ്പോട്ട് ഈ വീഡിയോ തന്നെ മുമ്പോട്ട് 1-2 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ലൈവ് ഫോട്ടോസാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ വ്യൂ കൃത്യമായിട്ട് കിട്ടും. കാരണം ലൈവ് ഫോട്ടോസ് ഇട്ടാൽ നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടത്തുള്ളൂ അതിൻ്റെ. എനിക്ക് അത്ര നല്ല ഫോട്ടോഗ്രാഫി ഒന്നും എടുക്കാൻ അറിയത്തില്ലേ. അതുകൊണ്ട് ആ ഒരു വ്യൂ ഐഡിയ കിട്ടാൻ വേണ്ടി ലൈവ് ഫോട്ടോസാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഒത്തിരി അധികം പോകാനൊന്നും ഇല്ലായിരുന്നെങ്കിലും ചെറുതായിട്ടുള്ളതാണെങ്കിലും നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി കണ്ടു. അത് കഴിഞ്ഞിട്ട് പതുക്കെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഫോട്ടോഗ്രാഫി, നിങ്ങൾക്കറിയാലോ ഫീമെയിൽസിന് ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ വൈഫ് ജാക്കറ്റൊക്കെ ഊരിതേ നിൽക്കുന്നു, ഫോട്ടോഗ്രാഫി കയറി. അപ്പം ഞാനും അത്യാവശ്യം 1-2 പോസൊക്കെ കൊടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ വൈഫിൻ്റെ കസിൻ ഗ്ലാഡിസ് എന്ന് പറഞ്ഞിട്ട്. ഞാനും എൻ്റെ വൈഫും
ഞങ്ങൾ ഇതുണ്ട് ഈ ഒരു കല്ലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കല്ല് ഇങ്ങനെ ഇടയ്ക്കോട് നിൽക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ ഇനി അടുത്ത റൂട്ടിലേക്ക് പിടിക്കുവാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ട്രെമോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി അതൊരൊന്നൊന്നര റൂട്ട് തന്നെയാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ മൊബൈലിനകത്ത് നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു കോപ്പർ കോസ്റ്റ് എന്ന് പറയും. ആ ഒരു കോപ്പർ കോസ്റ്റ്, അയർലൻഡിലെ കോപ്പർ കോസ്റ്റ് മൈനിങ്, കോപ്പർ മൈനിങ്ങിൻ്റെ റീജിയനാണ്. അപ്പോൾ ശരിക്കും കോസ്റ്റൽ വേ അല്ലെങ്കിൽ കോസ്റ്റൽ റൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ബീച്ച് സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പതുക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറൊന്ന് തന്നെയാണ്. പിന്നെ ആൾക്കാർ പറയുന്നത് ഈ ഏരിയയിൽ കൂടെ ആൾക്കാർ കൂടുതൽ സൈക്ലിങ്ങിന് വേണ്ടി വരുന്നത്. സമ്മേഴ്സിലൊക്കെ സൈക്ലിങ്ങിന് ഈ ഏരിയയിലാണ് വരുന്നത്. മച്ചാനെ വ്യൂക്ക് എനിക്കൊരു 100 ഔട്ട് ഓഫ് 100 കൊടുക്കാൻ പറ്റും. ആ ഒരു വ്യൂ ആണ് ഈ വഴി കൂടെ ഉള്ളത്. അത്രയ്ക്ക് നല്ലൊരു റൂട്ടും അത്രയ്ക്ക് നല്ലൊരു എന്നാ പറയണത് ഒരു റൂട്ടാണ് ഈ കോപ്പർ കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ സൈഡിലെ വ്യൂവും സൈഡിലെ ബീച്ചും ഒക്കെ കണ്ട് എത്തുവാണ്. അപ്പോൾ ഇത് ട്രെമോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരിക്കും പറഞ്ഞാൽ ട്രെമോർ എത്തിയിട്ടില്ല. ട്രെമോർ നമ്മുടെ ഈ ബൻമോഹനിൽ നിന്ന് ട്രെമോർ എന്ന് പറയുമ്പോൾ 25 കിലോമീറ്റർ. ഈ ട്രെമോറും ബൻമോഹൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഒരു ക്ലിഫാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇവിടെ കുറേ വിസിറ്റേഴ്സ് വരും. അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ആൾക്കാർ ഇതുണ്ടോ അവിടെ മുമ്പോട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നുണ്ടോ. കറക്റ്റ് നമ്മുടെ ഓഷ്യൻ്റെ അടുത്ത് വന്ന് നിന്ന് കാണുന്ന ഒരു പ്രത്യേക വ്യൂ ആണ്. അത്യാവശ്യം നല്ല ഫ്ലോറയും നല്ല പ്ലാന്റ്സും നല്ലൊരു ക്ലൈമറ്റും ആയതുകൊണ്ട് ഞങ്ങൾ കൂളായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്ലിഫ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. അടിപൊളി ഒരു ക്ലിഫാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പതുക്കെ ഞങ്ങൾ അവിടെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മേളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ പതുക്കെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു ഈ ഗ്രാസ് ഞങ്ങൾ കയറി ചവിട്ടി വയ്ക്കും ഭയങ്കര സോഫ്റ്റ്. അതായത് നമ്മുടെ ഈ സോഫ്റ്റ് ബെഡില്ലേ അത്രയും സോഫ്റ്റ് ഗ്രാസ്. അപ്പോൾ അതിനകത്ത് ചാടി മറയുന്നതായിട്ട് എൻ്റെ വൈഫ് അപ്പം വളരെ എൻജോയ് ചെയ്തു. ആ ഗ്രാസ് വരെ അവിടുത്തെ ആ ഗ്രാസ് വരെ എൻജോയബിൾ ആണെന്നുള്ളതാണ്. അന്നേരത്തിന് കസിൻ്റെ ഹസ്ബൻഡ് പതുക്കെ പുള്ളിയുടെ പേര് ജെറിനാണ്. ജെറിൻ പതുക്കെ മുമ്പോട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ. അപ്പോൾ പുള്ളി ശരിക്കും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് നമുക്ക് ഈ ക്ലിഫിൻ്റെ ഞാൻ അറ്റത്ത് പോയി നിന്നപ്പോൾ എന്നോട് പറയാം ഇതാണ് മെൽവിനെ ലോകത്തിൻ്റെ അവസാനമെന്ന്. ഒരു ലോകത്തിൻ്റെ ഒരു കോർണറാണെന്നാണ് പറഞ്ഞത്. ആ ഒരു രീതിയിലുള്ളൊരു വ്യൂ ആണിത്. അത്രയ്ക്ക് നല്ല രസവും അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു വ്യൂ ആണിത്. എല്ലാവരും ഒന്ന് ഒരു വട്ടവേൽ ഇവിടെ വന്ന് ഈ വ്യൂ ഒക്കെ ഒന്ന് കാണണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അത് നോക്കിയപ്പോൾ ഞങ്ങളിതാ വലിയൊരു കുഴി ഇങ്ങനെ പതുക്കെ കുഴിയുടെ അടുത്തേക്ക് പോകാനൊക്കെ പേടിയാണ്. കാരണം അവിടുത്തെ ഗ്രോസൊക്കെ ഭയങ്കര സോഫ്റ്റായിരുന്നു. കാല് ചവിട്ടിയാൽ ചിലപ്പം താഴോട്ട് പോകുന്ന രീതിയിലുള്ള കുഴികളാണ്. പിന്നെ അങ്ങനെ ഈ ഒരു അറ്റം കണ്ടോ ഒരു പ്രത്യേക ഒരു സുഖമാണ് നമുക്കിത് കാണാൻ തന്നെ. നല്ലൊരു എന്നാ പറയുക മനുഷ്യനൊന്ന് ആഗ്രഹിച്ച് പോകുന്നൊരു വ്യൂ ആണിതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴി, അതിനിടയ്ക്ക് ഒരു കുഴി. ഇത് നോക്കി കുഴിക്കകത്തു കൂടെ വെള്ളം അകത്തും കയറി ഈ ഓഷ്യനിലെ വെള്ളം ഇങ്ങനെ അകത്തോട്ട് അടിച്ച് പുറത്തോട്ട് പോകുന്നൊരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ കണ്ടോ ഒരു സുഖം. ആ പാറയിൽ കയറി വെള്ളം അടിച്ച് ഇങ്ങനെ മേളിൽ കയറി താഴോട്ട് പോകുന്നൊരു. അപ്പോൾ ഇത് നമ്മുടെ ഓഷ്യൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു കുഴി പോലത്തെ വലിയ നല്ല ആഴമുള്ളൊരു കുഴിയാണ്. അതിനകത്തുള്ള പാറയും ഈ വെള്ളം അടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ്. നമുക്കൊരു ഉന്മേഷം ഒരു ഫ്രഷ്നെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഈ ഏരിയയിൽ. അതാണ് ഇതിൻ്റെ ഒരു കീ പോയിൻ്റ് എന്ന് പറയാം. അതിങ്ങനെ പതുക്കെ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുന്നു. പിന്നെ ഒരറ്റം കണ്ടു അവിടെ നിന്ന് ഞാനൊരു ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ശരിക്കും പറഞ്ഞാൽ വീഡിയോ കാണുന്നതിനേക്കാളും എഫക്റ്റ് ഉണ്ട് നിങ്ങൾ ഇത് റിയാലിറ്റി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട്. മേളിൽ ചാടാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട്. ഈ മൊബൈലിലായതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ഒരു സ്പെസിഫിക് ഹൈറ്റ് നമുക്ക് അത്രയും മൊബൈലിൽ അത്രയും കാണാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു ഹൈറ്റ് ഉണ്ട് ഇതിന്. ഇതിൻ്റെ അറ്റത്തൊക്കെ നിൽക്കാൻ അത്യാവശ്യം ആൾക്കാർക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരറ്റം പോലെ തന്നെ ഒരു ലോകത്തിൻ്റെ അറ്റങ്ങളിൽ ഒരറ്റമാണെന്ന് നമ്മൾ ഫീലായി പോകും. ആ ഒരു വ്യൂ ആണ് ഇവിടുന്ന്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു വ്യൂ. പാറയും ക്ലിഫും ബീച്ചും വെള്ളവും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു പൊളിപ്പം വ്യൂ കണ്ടില്ലേ.
ഇത് നല്ല രസമാണ്. അങ്ങനെ ഈടുന്ന് ഫുള്ള് ഇരുന്ന് കണ്ട് കുറച്ച് നേരം ഇവിടുന്ന് പിന്നെ ഫോട്ടോഗ്രാഫിക്ക് നമുക്കൊരു കുറവുമില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നിരുന്ന് ഫോട്ടോഗ്രാഫി ആയി. അപ്പോൾ എൻ്റെ കസിൻ പറയുക ഒരു സ്റ്റൈലൊക്കെ അടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊരു നമ്മുടെ മാഹൂന സ്റ്റൈലൊക്കെ ഒന്ന് അടിച്ച്, ഷാറുഖ് ഖാൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് അടിച്ച് അവിടുന്ന് പിന്നെ തിരിക്കാനുള്ള പരിപാടിയാണ്. ഈ ഒരു ഏരിയയുടെ കാംനെസ്സും ആ ഒരു ഒരു വെള്ളം വന്ന് ആ പാറയിൽ അടിക്കുന്നൊരു സൗണ്ടും ഒക്കെ ഇട്ടൊന്ന് കേട്ടിങ്ങനെ സുഖിച്ചിരിക്കാൻ പറ്റുന്നൊരു ഒരു വണ്ടർഫുൾ വ്യൂ. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് എനിക്ക് തോന്നുന്നു ഈ ഏരിയ വളരെ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഫോട്ടോ എടുക്കാൻ മാത്രം സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഏരിയയൊക്കെ അത്യാവശ്യം ഒന്ന് കണ്ട് അവിടുന്ന് അത്യാവശ്യം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടുന്ന് അടുത്ത യാത്ര തുടങ്ങുവാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ വൈഫ് അവിടുന്ന് കുറച്ച് പുല്ലും കുറച്ച് പൂവൊക്കെ ഉള്ളൊരു പുല്ല് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് വീട്ടിൽ പോയി നടാന്നൊക്കെയാണ് പ്ലാന്. എന്താകും എന്തോ ആർക്കറിയാം. എന്നാലും കുഴപ്പമില്ല. ഈ പുല്ലിന് പ്രത്യേകത ഞാൻ പറഞ്ഞു, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുല്ലാണ്. നമുക്കൊരു എന്നാ പറയുന്നത്, നമുക്കത് വീണാൽ പോലും ഒന്നും പറ്റാത്തൊരു പുല്ല്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പുല്ല്. അപ്പോൾ ഇത് ഞാനതിൻ്റെ ഏറ്റവും എഡ്ജിൽ പോയി നിന്നിട്ട് ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒക്കെ എടുക്കാനും പിന്നെ ചെറിയൊരു ഞാൻ പറഞ്ഞില്ല ഒരു മാഹൂൺ നമ്മുടെ ഷാറുഖ് ഖാൻ സ്റ്റൈലൊക്കെ കളിച്ച് ഒരു വീഡിയോ ഒക്കെ എടുപ്പിച്ച് കേട്ടോ. ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ അപ്പോൾ ഇവിടെ അങ്ങനെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുവാണ്. അപ്പം ഇതിൻ്റെ അടുത്ത പാട്ട് വീണ്ടും വരും. ഡെങ്കാർബൻ ചെറിയൊരു ടൗൺ ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുണ്ട് സ്ഥലങ്ങൾ. അതെല്ലാമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.